വോളിമെട്രിക് സ്ട്രെയിൻ ഓഫ് റെക്ടാങ്കുലർ ബാർ സബ്ജക്റ്റഡ് ടു 3 ഫോഴ്സസ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന ഒരു റെക്ടാങ്കുലർ ബാറിൻ്റെ വോളിമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് 1/E ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു 1 മൈനസ് 2μ. ആൻഡ് ഇതിൻ്റെ ബേസിക് ഫോർമുലാസ് ഇതുവരെ നമ്മൾ പഠിച്ച ഫോർമുലാസും ഞാൻ യൂസ് ചെയ്തത് പറഞ്ഞു. ഓക്കെ, നൗ ഇനി വിൽ സീ സം പ്രോബ്ലംസ് റിഗാർഡിങ്. ഓക്കെ, കാൽക്കുലേറ്റ് ചേഞ്ചസ് ഇൻ ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് ഓഫ് സ്റ്റീൽ ബാർ. അപ്പോൾ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചേഞ്ചസ് ഇൻ ലെങ്ത് ആണ്. ചേഞ്ചസ് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ DL, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ DW, തിക്നെസ് എന്ന് പറഞ്ഞാൽ DT. ഇത്രയും കാര്യങ്ങൾ ഓഫ് എ സ്റ്റീൽ ബാർ. അതിൻ്റെ 5 മീറ്റർ ലോങ് ലെങ്ത്താണ് എന്ത്, L is equal to 5 മീറ്റർ. അപ്പോൾ ഫസ്റ്റ് തിങ് യു നീഡ് ടു ഡു ഈസ് ദാറ്റ് മീറ്ററിനെ എല്ലാം നമുക്ക് ന്യൂട്ടൺ MM എല്ലാ ഫാക്ടേഴ്സും കാണുന്നതാണ് ഏറ്റവും ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതിനെ 5 മീറ്ററിനെ നമ്മൾ 5000 mm ആക്കി കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് 40 mm വൈഡ്. അപ്പോൾ W എന്ന് പറയുന്നത് is 40 mm. തിക്നെസ് is 30 mm. T is 30. When subjected to axial pull, അപ്പോൾ ഒരു ആക്സിയൽ ആയിട്ടുള്ള ഒരു ആക്സിസിലൂടെ പുള്ളാണ്. എവിടെയാണ് പുൾ ഓഫ് 50 kN. ഫോഴ്സ് തന്നിട്ടുണ്ട് kN. അതിനെ നമ്മൾ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10⁻³ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇൻ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത് ഏതാണോ ആ ഡയറക്ഷനിലാണ് ഫോഴ്സ്. ഇപ്പോൾ 5000 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത്, അതേ ഡയറക്ഷനിലായിരിക്കണം ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അത് ആക്സിയൽ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് E ആണ്. ഇയും തന്നിട്ടുണ്ട്, പോയ്സൺസ് റേഷ്യോയും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത്രയും ടേംസ് ഗിവൺ, യു ഷുഡ് റൈറ്റ് ഓൾ ദീസ് ടേംസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേംസും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാവുന്ന ഫോർമുലാസിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു DL എന്ന് പറഞ്ഞുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ PL/AE. ഇവിടെ P അറിയാം, ലെങ്ത് അറിയാം, A അറിയാം, EO അറിയാം. A എങ്ങനെ അറിയാം? ആ ഏരിയയിൽ എവിടെയാണോ ആക്ട് ചെയ്യുന്നത് ഈ ഏരിയയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 50 എന്നുള്ളത് ആക്ട് ചെയ്യുന്ന ഈ ഏരിയ. അപ്പോൾ ഇതെത്രയാണ്? ഇവിടെയാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ബാക്കി രണ്ടും എന്ന് പറയുന്നത് ബ്രെഡ്ത്തും തിക്നെസ്സുമാണ്. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും ഏരിയ എന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടി ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. So all values are known, then you will get value for DL 0.992 mm എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന W ഇൻറ്റു T എന്ന് പറയുന്നത് ഈ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. W ഇൻറ്റു T ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്ട്രെസ് മാത്രം എത്ര കിട്ടി? 41.67 Nm². ഓക്കെ, നൗ മ്യൂ കണ്ടുപിടിക്കുക. ഇത് എന്തിനാ അവിടെ? ഓക്കെ, ഫൈൻ. അടുത്ത് മ്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? dW/W/DL/L അല്ലെങ്കിൽ dT/T/DL/L. അപ്പോൾ ഇതിൽ DL നമുക്ക് കിട്ടിയിട്ടുണ്ട്, L നമുക്കറിയാം. ഓക്കെ, DW അറിയില്ല, ബട്ട് ലെങ്ത്ത് നമുക്കറിയാം 5000. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മ്യൂ നമുക്കറിയാം, ബാക്കി എല്ലാം അറിയാം. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് DW 2.38 × 10⁻³ mm ആണ് ഇവിടെ. ഓക്കെ, യൂണിറ്റ് ഇസ് MM, എഴുതിയിട്ടില്ല, അത് എഴുതുക. ഓക്കെ, സിമിലർലി DT, ഈ DWന് പകരം ഇതേ ഇക്വേഷനിൽ DTയും Wന് പകരം Tയും കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് DT. Okay, that's also in mm. Okay, so ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. ഐ ഹോപ്പ് യു ക്യാൻ ഫോളോ ദാറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് പോയ്സൺസ് റേഷ്യോ. ഇപ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? E കണ്ടുപിടിക്കണം, മ്യൂ കണ്ടുപിടിക്കണം. ഓഫ് ദി മെറ്റീരിയൽ ഓഫ് എ ബാർ ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഇസ് ഗിവൺ 300 mm ആണ്, അത് mm തന്നെയാണ്, നോ കൺവേർഷൻ നീഡഡ്. ബ്രെഡ്ത്ത് ഇസ് 40 mm ആൻഡ് തിക്നെസ് 20 mm. വെൻ എ ബാർ ഇസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ കംപ്രസീവ് ലോഡാണ്. കംപ്രസീവ് ലോഡ് ഓഫ് 500 kN, അതിനെ ന്യൂട്ടണിലേക്ക് മാറ്റുക. ദ ഡിക്രീസ് ഇൻ ലെങ്ത് ഇസ് 0.9 mm. അതായത് ഇവിടെ DL കുറയുകയാണ് ചെയ്യുന്നത്, 0.9 mm. ഓക്കെ, സോ
കംപ്രസീവ് ലോഡ് നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ലെങ്ത്ത് കുറയും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ആ ലെങ്ത്തിൻ്റെ ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. കംപ്രസീവ് ലോഡല്ലേ, അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ മാത്രമേ ലെങ്ത്ത് കുറയുള്ളൂ. ബാക്കി രണ്ട് ഭാഗവും ലെങ്ത്ത് കുറയുമ്പോൾ ബ്രെഡ്ത്തും തിക്നെസ്സും എന്താവും, കൂടണം അല്ലേ. സോ ആക്സിയൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണെന്ന് മനസ്സിലായി. ആൻഡ് ഇൻക്രീസ് ഇൻ ബ്രെഡ്ത്ത് കൂടും എത്ര, അപ്പോൾ ഡി ബിയും തന്നിട്ടുണ്ട് ഈസ് 0.03 mm. ഇതും ഇതിന് മുമ്പത്തെ ചെയ്ത പോലെ അതേ മെത്തേഡ് തന്നെയാണ്. അൺനോൺ ഫാക്ടേഴ്സ് മാത്രം മാറി. പക്ഷെ പകരം നമുക്ക് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ അൺനോൺ ഫാക്ടേഴ്സിന് പലതും നോൺ ആണ് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡയറക്റ്റ്ലി മ്യൂയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക, ഡി ബി ബൈ ബി ബൈ ഡി എൽ ബൈ എൽ. ഇതിൽ എല്ലാ ഫാക്ടേഴ്സും ഡി ബി തന്നിട്ടുണ്ട്, ഡി എൽ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മ്യൂ കിട്ടി. സിഗ്മ ബൈ എപ്സിലോൺ ഈസ് ഈക്വൽ ടു മ്യൂ. അത് ഈക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇ. സോ ഇനീഷ്യലി നിങ്ങൾക്ക് ഇക്വേഷൻസ് ബേസിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് അറിയാമെങ്കിൽ പ്രോബ്ലം സിമ്പിളായിരിക്കും, ലോജിക്കലി ചെയ്യാമെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ അലുമിനിയം അലോയ് പ്ലേറ്റ് ഓഫ് സൈസ് 50/20. ഓക്കെ, വിത്ത് തിക്നെസ്, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. വിത്ത് തിക്നെസ് 5 mm ഈസ് ലോഡഡ് ആസ് ഷോൺ. ഫൈൻ ചേഞ്ച് ഇൻ, അപ്പോൾ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ ചേഞ്ച് ഇൻ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡി ടി. വാട്ട് മസ്റ്റ് ബി ദ ലോഡ് അപ്ലൈഡ് ടു ഹാവ് സെയിം ചേഞ്ച് ഇൻ തിക്നെസ് ഇഫ് ലോഡ് ഈസ് അപ്ലൈഡ് ഓൺലി അലോങ് തിക്നെസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രം കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡയഗ്രത്തിൽ ആക്ച്വലി രണ്ട് ഡയറക്ഷനിൽ ലോഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ 20 ഇവിടെ 50 കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ രണ്ട് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ കേസിൽ എന്തായിരിക്കും തിക്നെസ്, ഫൈൻ ചേഞ്ച് ഇൻ തിക്നെസ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ഇതിൻ്റെ തിക്നെസ്സിന് എത്ര ചേഞ്ച് വരും എന്നാണ് ചോദ്യം, ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് മസ്റ്റ് ബി ദ ലോഡ് ടു ബി അപ്ലൈഡ്. അവിടെ ലോഡ് കൊടുത്തിട്ടില്ല. ടു ഹാവ് സെയിം ചേഞ്ച്, തിക്നെസ്സിന് മാറ്റമില്ല. നമുക്ക് ആദ്യം കിട്ടുന്ന ആൻസറിൽ നിന്ന് ഈ തിക്നെസ് മാറാതെ, എന്നാൽ ലോഡ് മാത്രം അപ്ലൈ ചെയ്തിട്ട്, അതും എവിടെ, ഓൺലി അലോങ് തിക്നെസ്സിൻ്റെ ഡയറക്ഷനിൽ മാത്രം ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഫോഴ്സ് കൊടുത്താലാണ് അതേ തിക്നെസ് കിട്ടുക എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇനീഷ്യലി ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളിൽ നമുക്ക് ഡൗട്ടില്ല. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് 20 kN ആണ്. അതിനെ ന്യൂട്ടണിലേക്ക് മാറ്റുക. വൈയിൽ 50 kN, അതിനെ ന്യൂട്ടണിലേക്ക് മാറ്റുക. നൗ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് 1 × 10⁵ MPa ഇ എന്നുള്ളത് തന്നിട്ടുള്ളത്. അപ്പോൾ മെഗാപാസ്കലിനെ 1 MPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 Nm/mm². ഓക്കെ, സോ അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, 1 MPa ഈസ് ഈക്വൽ ടു 1 Nm/mm². ആൻഡ് മ്യൂ ഈസ് ഓൾസോ ഗിവൺ. ഓക്കെ, 0.25. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എഴുതി, Px/Ax. Px എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്നത്, Px എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ട് ചെയ്യുന്ന ഇതിൻ്റെ ഈ ഏരിയ എത്രയാണ്, 20 × ഇതിൻ്റെ 5 അല്ലേ. 20 × 5, സി 20 × 5 Px എഴുതി. അപ്പോൾ യു വിൽ ഗെറ്റ് സിഗ്മ എക്സ്. സിഗ്മ വൈയും അതേപോലെ തന്നെ, അവിടെ ഏരിയ മാത്രം മാറി. 50 ആണ് ഫോഴ്സ്, വൈ ആക്ട് ചെയ്യുന്നതിൻ്റെ ഏരിയയാണ് നമുക്ക് എഴുതേണ്ടത്. വൈ എന്നുള്ള ഈ ഫോഴ്സ്, അതായത് സിഗ്മ വൈ എന്നുള്ള ഇവിടെയുള്ള ഫോഴ്സ് 50, Py എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന ഏരിയ ഇതാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ഈ ബ്രെഡ്ത്ത്. ഓക്കെ, സോ ദാറ്റ് ബിക്കംസ് 50 × 20 അല്ലേ, 50 × 5, സോറി 50 × ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി 20. ഇത് 20 ആയിരിക്കണം, കാരണം ഇത് സിഗ്മ വൈ ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദിസ് ഏരിയ. ഇതിൻ്റെ ഈ ലെങ്ത്തും 50 × ഈ ബ്രെഡ്ത്താണ് 20 ആണ് വേണ്ടത്. സോ ആൻസർ ക്യാൻ ബി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഇത് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് ചെയ്യാം. ഓക്കെ, നൗ സിഗ്മ സെഡ് എന്ന് പറയുന്നത്, അതായത് സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, തിക്നെസ്, ഫൈൻ ചേഞ്ച് ഇൻ തിക്നെസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തിക്നെസ് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്,
Z ഡയറക്ഷനിലാണ് നമ്മൾ തിക്നെസ്സിനെ അസ്യൂം ചെയ്തത്. ഇതാണ് Z ഡയറക്ഷൻ. ഓക്കെ, സോ അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് മ്യൂ സിഗ്മ. കാരണം അവിടെ സിഗ്മ Z എന്ന് പറഞ്ഞ സംഭവമില്ല. സിഗ്മ Z/E മൈനസ് മ്യൂ സിഗ്മ X/E മൈനസ് മ്യൂ സിഗ്മ Y/E ആണ് ഇക്വേഷൻ വരിക. ഇവിടെ ആക്ച്വലി എന്താണ്? സിഗ്മ Z എന്നുള്ള ടേം ഇല്ല. ഓക്കെ, Z ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നുമില്ല, എക്സിലും വൈയിലും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ആ ടേമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കി രണ്ട് ടേംസിനെയാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എപ്സിലോൺ സെഡിൻ്റെ വാല്യൂ 1 × 10⁻³ which is also called as dt/t, അല്ല, ചേഞ്ച് ഇൻ ലെങ്ത് തിക്നെസ് ബൈ ഒറിജിനൽ തിക്നെസ്. ഓക്കെ, dt/t. അതിൽ നിന്ന് യു വിൽ ഗെറ്റ് തിക്നെസ് അറിയാം, dt-യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? എവിടെയാണ് ഇവിടെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഡയറക്ഷനിലാണ് ഇവിടെ ആക്ച്വലി ഇത് കൊടുത്തിട്ടുള്ളത്, ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. തിക്നെസ് ഡയറക്ഷനിലൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ഇൻ തിക്നെസ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നൗ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ലോഡ് ഈസ് ആക്ടിങ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തിക്നെസ് എന്തായിരിക്കും? ലോഡ് എത്ര കൊടുക്കണം? ഇഫ് ദ തിക്നെസ് ഈസ് സെയിം, തിക്നെസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണെങ്കിൽ ലോഡ് എത്ര കൊടുക്കണം എന്നുള്ളതാണ്. സോ വി നോ ദാറ്റ് dt ഈസ് ഈക്വൽ ടു PT/AE, അതായത് DL ഈസ് ഈക്വൽ ടു PL/AE എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ dt എന്ന് പറയുന്നത് PT/AE. അപ്പോൾ P ഈസ് ഈക്വൽ ടു 100 kN എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് സിമ്പിൾ പ്രൊസീജിയർ. വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. ആ തിക്നെസ്സിന് എന്തായിരിക്കും ലോഡ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടി. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റീൽ ബാർ 300 mm long, breadth 50 mm, thickness 40 mm is subjected to a pull of 300 kN in direction of its length. അപ്പോൾ ലെങ്ത്തിലാണ്, പുള്ളാണ്, അതായത് ടെൻസൈൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും, ലെങ്ത്തിൻ്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ബാർ, ടേക്ക് ഗിവൺ ഡാറ്റാസ് തന്നിട്ടുണ്ട്. സോ അഗെയിൻ ചേഞ്ച് ഇൻ വോളിയത്തിൻ്റെ ഇക്വേഷനാണ് ഇത്. എപ്സിലോൺ V ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ സെഡ് ഇൻറ്റു 1 - 2μ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വൈയിലും സെഡിലും ഒന്നും സ്ട്രെസ് ഇല്ല. അപ്പോൾ അതിനെ 0 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, യു വിൽ സി സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു PX/A. അത് കണ്ടുപിടിച്ചു, 150 കിട്ടി. സിഗ്മ വൈ സിഗ്മ സെഡും ഇല്ല. കാരണം എന്താണ്? ആ ഡയറക്ഷനിൽ ദർ ഈസ് നോ, വൈയിലും സെഡിലും ദർ ഈസ് നോ ഫോഴ്സ്. ഓക്കെ, ഓൺലി ത്രൂ എക്സ് ഡയറക്ഷൻ വി ഹാവ് ഫോഴ്സ്. ഓക്കെ, സോ അതിൽ നിന്ന് സിഗ്മ വൈ ഈക്വൽ ടു സിഗ്മ സെഡ് ഈക്വൽ ടു 0 കിട്ടി. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ അതിൻ്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് DV എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ബൈ DV/E ഇക്വേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഫൈൻ. വിത്ത് ദിസ് ഫോർമുല, അത് ഡയറക്റ്റ്ലി ഈ ഫോർമുലയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. DV/Vയിൽ DV നമുക്ക് കണ്ടുപിടിക്കാം. V നമുക്കറിയാം, ബാക്കി എല്ലാ ടേംസും നമുക്ക് നോൺ ആണ്. ഓക്കെ, ഫ്രം ഹിയർ യു വിൽ ഗെറ്റ് DV ഈസ് ഈക്വൽ ടു 225 mm3. DV ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ദിസ് തിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സ്റ്റീൽ ഫ്ലാറ്റ് 150 mm വൈഡ്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്. ക്യാരീസ് ആൻ ആക്സിയൽ പുള്ളാണ്, 270 kN. ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് എക്സ്റ്റൻഷൻ ഇൻ ലെങ്ത് ആൻഡ് കോൺട്രാക്ഷൻ ഇൻ വിഡ്ത്ത്. അല്ല, ഡയഗ്രാം തന്നില്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ തന്നെ എവിടെയാണ്? ലെങ്ത്തിൻ്റെ ഡയറക്ഷനിലായിരിക്കണം ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് കോൺട്രാക്ഷൻ ഇൻ വിഡ്ത്ത് ആൻഡ് തിക്നെസ്. ഒക്കെ DW DT ഒക്കെ കണ്ടുപിടിക്കണം. മ്യൂ തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കണം. ഓക്കെ, ഇതുവരെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഗിവൺ ഡാറ്റാസ് എഴുതുക, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതുക. ഓക്കെ, ദെൻ അപ്ലൈ ഓൾ ദ ഫോർമുലസ് ദാറ്റ് യു നോ. DL/L വെച്ചിട്ട് എപ്സിലോൺ സെഡ് ആണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് സിഗ്മ Z/E. ഈ ടേംസ് എല്ലാം തന്നിട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും ചെയ്താൽ DL ഈസ് ഈക്വൽ ടു 3.6 mm എന്നുള്ളത് കിട്ടും. അടുത്തത് പോയ്സൺസ് റേഷ്യോൻ്റെ ഇക്വേഷൻ എടുക്കുക. പോയ്സൺസ് റേഷ്യോയിലെ DB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മ്യൂ നമുക്കറിയാം. സോ DB ഈസ് ദിസ് വൺ ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് DB 0.27 mm.
അതേപോലെ തന്നെ ഡി ടി, ഡി ഡബ്ല്യുവിന് ഡി ബിക്ക് പകരം നമ്മൾ ടിയും ഡി ടിയും കൊടുക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡി ടി ആസ് 2.7 × 10⁻³ mm. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം ആണ്. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഡി വി കണ്ടുപിടിക്കണമെങ്കിൽ യു നോ വി, ഇതിലത്തെ ഓരോ ടേംസും അറിയാം. വൈയും സെറ്റും 0 ആവും, മ്യൂ നമുക്കറിയാം, ഇ അറിയാം, സിഗ്മ എക്സ് അറിയാം. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡി വി ആസ് 3240 mm³. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഓൾ ദീസ് പ്രോബ്ലംസ് ആർ വെരി സിമ്പിൾ. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് കുറച്ച് വേഗം എടുക്കുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ 50 mm സ്ക്വയർ ബാർ ഓഫ് ലെങ്ത് 250 mm ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് പി. ഓക്കെ, അപ്പോൾ ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ബാർ ഈസ് 37.5 mm³ കണ്ടാൽ തന്നെ അതെന്താണ്, ചേഞ്ച് ആണ്. ഇൻക്രീസ് ഇൻ വോളിയം, അതായത് ചേഞ്ച് ഇൻ വോളിയം ആണ് 37.5 mm³. കാൽക്കുലേറ്റ് ഫോഴ്സ് പി. ഈ പി എത്രയാണ് ഫോഴ്സ് വരിക? മ്യൂ തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. ഓക്കെ, ഗിവൺ ഡാറ്റാസ് എഴുതുക. അതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എപ്സിലോൺ ബി ഈസ് ഈക്വൽ ടു ഡി വി ബൈ വി. അതിനെ ഈക്വൽ ടു ഈ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ബാക്കി എല്ലാ ടേംസും അറിയാം, ലോഡ് മാത്രമേ അൺനോൺ ടേം ഉള്ളൂ. ഓക്കെ, നൗ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ടിലുണ്ടാവും. ഇത് സിമിലർ ഫാഷനാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദിസ്. സെയിം ഫാഷനാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, അത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഫോർത്ത് ആൻഡ് ദെൻ ഫൈനൽ ക്വസ്റ്റ്യൻ ഓൾസോ ബേസിക് ആയിട്ടുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഇതിൽ വേറെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ദ ഓൺലി തിങ് യെസ് ഹിയർ ഇറ്റ്സ് എ കംപ്രസീവ് ലോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒന്ന് ടെൻസൈൽ ലോഡാണ്. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കംപ്രസീവ് ആകുമ്പോൾ ഇവിടെ മൈനസായി. ദാറ്റ്സ് ഓൾ. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം. ഓക്കെ, താങ്ക് യു.